ഇതിന് രണ്ടിനെയും കൂടെ ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസും കൂടെ പറയാനുണ്ട്. നമ്മുടെ ഈ ഗാമ പ്ലസ് ലിയോൺ 1200-ന് 5 ഇയേഴ്സ് ആണ്, ഫുൾ വാറണ്ടിയാണ്, 5 ഇയർ വാറണ്ടിയാണ്. സൺ ലിയോൺ 1000-ന് 3 ഇയർ ആണ്, ഫുൾ വാറണ്ടി, 3 ഇയേഴ്സ് ആണ്. ഇത് 5 ഇയർ വാറണ്ടിയാണ്, ഇത് 3 ഇയർ വാറണ്ടിയാണ്. ഹായ്, എൻ്റെ പേര് നവീൻ. ഞാൻ യൂട്ടിഎല്ലിൻ്റെ ASM ആണ്, ട്രിവാൻഡ്രം കൊല്ലം നോക്കുന്നു. ഇതിപ്പോൾ ഞാൻ 2 പ്രൊഡക്റ്റ് ഒന്നിച്ച് ഒന്ന് കമ്പയർ ചെയ്യാനും ഇതിൻ്റെ വ്യത്യാസങ്ങൾ എല്ലാവർക്കും ഒന്ന് കുറച്ചുകൂടെ ക്ലിയർ ചെയ്ത് തരാനും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നേരത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഗാമ പ്ലസ് ലിയോൺ 1200-ൻ്റെ ഈ പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ആയിരുന്നു നമ്മൾ നേരത്തെ ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് നമ്മൾ സൺ ലിയോൺ 1000 എന്ന് പറയുന്ന ഇതിൻ്റെ വീഡിയോ. നമ്മൾ ആദ്യം തന്നെ ഇത് രണ്ടും ഇതിനകത്തിൽ ആദ്യം ഇതിൻ്റെ സിമിലാരിറ്റീസ് പറഞ്ഞു തുടങ്ങാം. എന്താണ് ഇതിൽ സിമിലർ ആയിട്ടുള്ളത്? ഇത് ഒരു സിംഗിൾ മെഷീനാണ്. ഇതിനകത്തിൽ ഇൻബിൽറ്റ് RMPPT ചാർജ് കൺട്രോളർ 12 വോൾട്ടും 24 വോൾട്ടും പാനൽസ് നമുക്ക് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇൻവെർട്ടറാണ്. അതേ സെയിം ടൈം ഇതിനകത്തിൽ ഇൻബിൽറ്റ് ലിഥിയം ബാറ്ററി ഉണ്ട്. അപ്പോൾ ഇതിത്രയുമാണ്. ഇൻബിൽറ്റ് ലിഥിയം ബാറ്ററി ഉണ്ട്. വാൾ മൗണ്ടാണ്. ഈ രണ്ടും വാൾ മൗണ്ടാണ്. വളരെ കോമ്പാക്റ്റ് ആണ്. സെയിം നമ്മുടെ SPV കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ രണ്ടിലും സിമിലർ ആയിട്ടുള്ള MCBസും ഉണ്ട്. MCBസും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിത്രയാണ് സിമിലർ. ഇനി നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യാൻ പോവാണ്. എന്താണ് ഇതിനകത്തിൽ കൂടുതൽ, എന്താണ് ഇതിനകത്തിൽ കുറവ്, അല്ലെങ്കിൽ ഇതിനകത്തിൽ എന്താണ് കൂടുതൽ, ഇതിനകത്തിൽ എന്താണ് കുറവ്, നമ്മളൊന്ന് കമ്പയർ ചെയ്യും. നമ്മൾ ചെറുതിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ സൺ ലിയോണിൽ ലിഥിയം ബാറ്ററി 12.8 വോൾട്ട് 50 Hz ബാറ്ററിയാണ് ഇതിനകത്തിലുള്ളത്. ആൻഡ് ഇതിനകത്തിൽ നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ലോഡ് 640 വാട്ട്സ് ആണ്. ഇത് 800 VA ആണ്, 640 വാട്ട്സ് ആണ് ഇതിനകത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഗാമ പ്ലസ് 1000 ലിയോൺ 1200-ലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 55 AH 25.6 വോൾട്ട് ലിഥിയം ബാറ്ററിയാണ് ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുള്ളത്. ഇവിടെ 50 AH 12.8 വോൾട്ടും ഇത് 55 AH 25.6 വോൾട്ടും ആണ് ലിഥിയം ബാറ്ററി. ഇതാണ് ഇതിനകത്തിലെ ആദ്യത്തെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ രണ്ടാമതൊരു ഡിഫറൻസും കൂടെ പറഞ്ഞുതരാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോ വോൾട്ട്, അതായത് ലോ വോൾട്ട് 90 വോൾട്ടിലും ഇതിൻ്റെ ചാർജിങ് നടക്കും. അതാണ് ഇതിനകത്തിലൊരു പെക്യുലർ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു യുണീക്ക് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതാണ്. 90 വോൾട്ടിലും ഇതിൻ്റെ ബാറ്ററി ചാർജിങ് നടക്കും. ഇനി നമ്മൾ ഇതിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു വ്യത്യാസം ഇതിൻ്റെ കപ്പാസിറ്റി തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് 640 വാട്ട്സ് ഇതിൽ ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൽ നമുക്ക് 800 വാട്ട്സ് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ അടുത്ത ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്ര പാനൽ കൊടുക്കാം. ഇതിൽ എത്ര പാനൽ കൊടുക്കാം, ഇതിൽ എത്ര പാനൽ കൊടുക്കാം. യെല്ലോ കളറുള്ള സൺ ലിയോൺ 1000-ൽ നമുക്ക് 540 വാട്ട്സ് സിംഗിൾ പാനലാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. അതായത് 24-ൽ മാക്സിമം, 12-ൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എത്ര ആണെങ്കിലും നമുക്ക് കൊടുക്കാം. അതായത് അപ് ടു ഒരു 540 വാട്ട്സ് വരെ പാനൽ ഇത് സപ്പോർട്ട് ചെയ്യും. അങ്ങനെയല്ല, ഇവിടെ 1000 വാട്ട്സ് പാനൽ സപ്പോർട്ട് ചെയ്യും. 1000 വാട്ട്സ് പാനൽ ഗാമ ലിയോൺ 1200-ൽ സപ്പോർട്ട് ചെയ്യും. സൺ ലിയോൺ 1000-ൽ 540 വാട്ട്സിൻ്റെ പാനൽ സപ്പോർട്ട് ചെയ്യും, സിംഗിൾ പാനൽ സപ്പോർട്ട് ചെയ്യും. ഇതിൽ രണ്ടിലും സിമിലാരിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇത് പറഞ്ഞ് ആരും കൺഫ്യൂസ് ആവണ്ട. 12 വോൾട്ട് പാനൽ ഇത് രണ്ടിലും എടുക്കും. രണ്ടിലും 12 വോൾട്ടിൻ്റെ പാനൽ സപ്പോർട്ട് ചെയ്യും. ഇനി ഇതിൻ്റെ മറ്റൊരു ഡിഫറൻസ്, ഇതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയാണ്. ഇത് നമുക്ക് ഹോമിൽ ഉപയോഗിക്കാം. പക്ഷേ ഹോമിനേക്കാളിലും കൂടുതൽ ഇത് കൊമേഴ്സ്യലാണ്. കാര്യം വളരെ ചെറുതാണ്. ഒരു ചെറിയ ഷോപ്പർക്കൊക്കെ ഇത് വളരെ ഉപകാരമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സോളാറിൻ്റെ പാനൽ നമ്മൾ കൊടുത്തില്ലെങ്കിൽ പോലും ഒരു 640 വാട്ട്സ് കവറേജ് കിട്ടുന്ന ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ലിഥിയത്തിൻ്റെ പ്രൊഡക്റ്റ് സൺ ലിയോൺ മാത്രമാണ് നിലവിൽ. അപ്പോൾ കൊമേഴ്സ്യൽ നമ്മൾ ഷോപ്സ് ആയിക്കോട്ടെ, ഓഫീസസ് ആയിക്കോട്ടെ ഒക്കെ ഉള്ള ഒരു ചെറിയ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഇൻവെർട്ടർ തന്നെയാണിത്. ഇത് നമ്മൾ ഹോം ആയിരിക്കും കൂടുതൽ. ഇത് ഓഫീസിൽ കൊടുക്കാൻ പറ്റത്തില്ലെന്നല്ല, ഇതും നമുക്ക് ഓഫീസുകളിൽ കൊടുക്കാൻ പറ്റും, പുതിയ വീടുകൾക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ എവിടെ വരെയാണെന്നുള്ളത്. ഇനി ചോദിക്കുന്നതാണ് ഈ ഒരു ഇൻവെർട്ടറിൻ്റെ ബാക്കപ്പ് എത്രയാണ്, ഈ ഒരു ഇൻവെർട്ടറിൻ്റെ ബാക്കപ്പ് എത്രയാണ്. ഈ ഒരു ഇൻവെർട്ടറിൻ്റെ ബാക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു 200 വാട്ട്സിൽ നമുക്കൊരു 3.5, അതായത് 3.5 മണിക്കൂർ ബാക്കപ്പ് തരുന്നൊരു
ഐറ്റമാണ് സൺ ലിയോൺ. അതേപോലെ തന്നെ ഗാമ ലിയോൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 400 വാട്ട്സിൽ 4.5 hours ബാക്കപ്പ് തരുന്ന ഒരു ഐറ്റമാണ്. ഇത് 3.5 to 200 വാട്ട്സിൽ, ഇത് 400 വാട്ട്സിൽ 4.5 hours ബാക്കപ്പ് തരുന്ന രണ്ട് മെഷീൻസാണ്. ഇതിന് നമ്മൾ ഡിസ്പ്ലേ സൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ സൺ ലിയോണിൻ്റെ ഡിസ്പ്ലേയിൽ സിമിലർ ഡിസ്പ്ലേ മോഡ് തന്നെയാണ് ഇതിനകത്തിലും കൊണ്ടുവന്നിരിക്കുന്നത്. ചെറിയ ചേഞ്ചസ് മാത്രമേ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളൂ. നമ്മൾ രണ്ട് ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയും ബൂസ്റ്റ് ചാർജിങ് ഉണ്ട്, സെയിം ഇവിടെയും ബൂസ്റ്റ് ചാർജിങ് ഉണ്ട്, സെയിം അതേപോലെ തന്നെ നമുക്കിത് IT മോഡ് എനേബിൾ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു ഓഫീസുകൾക്കൊക്കെ ഇത് കൊടുക്കുമ്പോൾ IT മോഡ് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിന് നല്ലൊരു പ്രൊട്ടക്ഷൻ ആയിരിക്കും. സോ ഇത് IT മോഡ് നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മുടെ DG മോഡും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡലാണ്. ഇവിടെ നമ്മൾ DG മോഡ് ഇത് സപ്പോർട്ട് ചെയ്യത്തില്ല. സിമിലർ എന്നാൽ കുറച്ച് ഡിഫറൻസ് ഉള്ള ഒരു പോയിന്റ് കൂടെ ഞാൻ ആഡ് ചെയ്യുന്നു. അതായത് നമ്മുടെ ഗാമ പ്ലസിന്റെ സെയിം മോഡൽ തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ പ്രയോറിറ്റി സെലക്ഷൻ ആണ്. അതായത് സ്മാർട്ട് മോഡ്, PCO മോഡ്, ഹൈബ്രിഡ് മോഡ്, ഇങ്ങനെ 3 മോഡുണ്ട്. ഈ 3 മോഡും ഗാമ പ്ലസ് ലിയോണിലുണ്ട്. നമ്മൾ സൺ ലിയോണിലോട്ട് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ഇന്ന് PCO ഇല്ല. ഇതിൽ സ്മാർട്ട് മോഡും ഹൈബ്രിഡ് മോഡുമാണ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല ആ മോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബട്ടൺ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെയാണ് ആ ബട്ടൺ വരുന്നത്, ഹൈബ്രിഡ്, സ്മാർട്ട്, എനേബിൾ, ഡിസേബിൾ. പിന്നെ ഇവിടെ നമുക്ക് ഗ്രിഡ് ചാർജിങ്, അതായത് നമ്മുടെ മറ്റ് കൺവെൻഷണൽ മോഡൽസിലെ പോലെ തന്നെ ഗ്രിഡ് ചാർജിങ് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഗാമ പ്ലസ് ലിയോൺ 1200-ലുണ്ട്. ഈ പ്രോഡക്റ്റ് വളരെ കോമ്പാക്റ്റീവ് ആണ്. ഈ പ്രോഡക്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവെർട്ടർ വാങ്ങിച്ച് വെക്കുന്ന, ഒരു നോർമൽ ഒരു ഹോമിന് ഒരു ഇൻവെർട്ടർ വാങ്ങിച്ച് വെക്കുന്ന ലോഡ് ഒരുപാടൊന്നും ഇല്ല, എനിക്ക് അത്യാവശ്യം മാത്രം ഓടിയാൽ മതി, അല്ലെങ്കിൽ എൻ്റെ ഓഫീസിൽ ഇത്ര കുറച്ച് ലൈറ്റ്, അല്ലെങ്കിൽ ഒരു ഷോപ്പ് എനിക്ക് ഇത്ര ലൈറ്റ്, എനിക്ക് ഇത്ര ഫാനേ ഉള്ളൂ, എനിക്ക് അത് ഓടിയാൽ മതി എന്ന് പറയുന്നതോടെല്ലാം പറ്റിയ ഒരു അടിപൊളി പ്രോഡക്റ്റ് സൺ ലിയോൺ 1000 എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ്. കാര്യം 640 വാട്ട്സ് ആണ് ഇതിനകത്ത് നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുക. 500-ന്റെ ഒരു ചെറിയ 24 വോൾട്ടിന്റെ ഒരു പാനൽ കൊടുക്കാം, അല്ലെങ്കിൽ 12 വോൾട്ടിന്റെ 3 പാനലുകൾ കൊടുത്ത് നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഷോപ്പിനെ സംബന്ധിച്ച് മാക്സിമം ഒരു 200 to 300 വാട്ട്സ് മാത്രമേ ലോഡ് എപ്പോഴും ഉണ്ടാവാറുള്ളൂ. സോ അത് കോമ്പീറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്ത് ഒരു മെഷീൻ കൂടെയാണ്. ിന്റെ എല്ലാ പ്രൊഡക്ട്സിനും, അതായത് ഈ സൺ ലിയോൺ ആണെങ്കിലും ഗാമ ലിയോൺ ആണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാ പ്രൊഡക്ട്സിനാണെങ്കിലും ഓഫ് ഗ്രിഡ്, ഓൺ ഗ്രിഡ്, ഹൈബ്രിഡ് എല്ലാ മെഷീൻസിനും നമ്മുടെ പാനലാണെങ്കിലും ബാറ്ററി ആണെങ്കിലും എല്ലാത്തിനും നമുക്ക് ഓൺസൈറ്റ് വാറണ്ടിയാണുള്ളത്. നമ്മുടെ സർവീസ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ഉണ്ട്. നമ്മുടെ സർവീസ് സൈറ്റിലൂടെ ആണെങ്കിലും ഫോൺ നമ്പറിലൂടെ ആണെങ്കിലും വിളിച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സർവീസ് എഞ്ചിനീയർ ഡയറക്റ്റ് സൈറ്റിൽ വന്ന് നിങ്ങളുടെ കംപ്ലയിൻറ്റ്സ് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും.